നമ്മളിന്ന് പുക്കാട്ടുപടിക്കടുത്ത് ചെമ്മലപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് 2020 പഞ്ചായത്തിൽ വരുന്ന നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്താണ്. 1 ഏക്കർ 40 സെൻറ്റ് സ്ഥലത്തിലാണ് ഇവിടെ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഭംഗിയുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എറണാകുളം പെരുമ്പാവൂർ ബസ് റൂട്ടിലേക്ക് 300 മീറ്ററാണ് ദൂരം വരുന്നത്. പുക്കാട്ടുപടി മെയിൻ ജംഗ്ഷനിലേക്ക് 2.5 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. കിഴക്കമ്പലം മെയിൻ ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. നല്ല സ്കൂളുകളിലേക്കൊക്കെ 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. തൊട്ടടുത്തായിട്ട് ചാറ്റർ ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്. കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളും വളരെ അടുത്ത് തന്നെയാണ്. CBSE സ്കൂളാണെന്നുണ്ടെങ്കിൽ സെൻറ്റ് മേരീസും വളരെ അടുത്ത് തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. എയർപോർട്ടിലേക്ക് 21ഓളം കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മതിലിലേക്ക് വരാം. ഭംഗിയുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ ഫോളോ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 പില്ലറിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഗേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2 സൈഡിലേക്കും സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ ആണ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ CNC കട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു വാഹനം നമുക്ക് ഇങ്ങനെ പാർക്ക് ചെയ്യാവുന്നതാണ്. നേരെ ബാക്കിലേക്ക് വെച്ചിട്ട് നമുക്കിവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഭംഗിയായിട്ട് കവർ ചെയ്ത് നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കിണർ വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. നല്ല വെള്ളം കിട്ടുന്ന കിണർ വരുന്നുണ്ട്. നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ മോട്ടറും സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് 3.5 സെൻറ്റ് ലാൻഡ് വരുന്നുണ്ട്. 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ ആണ്. നമുക്കിനി വീടിനകത്തേക്ക് വരാം. നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ്. ഒരു 3 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഗാർഡൻ ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്രാനൈറ്റിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. നമുക്കിനി വീടിനകത്തേക്ക് വരാം. നോർത്തിലേക്ക് തുറക്കാവുന്ന രീതിയിലാണ് ഇതിന് ഡോർ കൊടുത്തിട്ടുള്ളത്. 2 പീസ് ഡോറാണ്. നല്ല ഡിസൈൻ കാര്യങ്ങളെല്ലാം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു 2 പീസ് നല്ല മരത്തിൽ തീർത്ത ഡോർ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് നോർത്തിലേക്കാണ്. മുഖദർശനം വരുന്നത് ഈസ്റ്റിലേക്കുമാണ്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ് 3 പാളി ജനൽ. ഇത് സൗത്ത് സൈഡാണ്. അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് വലിയൊരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. T യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള T യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു ബുക്ക് ഷെൽഫൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു T യൂണിറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ധാരാളം സൂര്യപ്രകാശം കടന്നു വീഴുന്ന രീതിയിൽ ഇതിന് വിൻഡോസൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ സ്റ്റെയറിനടി താഴെ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെയും ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇതിന് ഓപ്പൺ കിച്ചനാണ് വന്നുള്ളത്. ഭംഗിയുള്ളൊരു കൗണ്ടർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വുഡിൻ്റെ ടെക്സ്റ്റാണ് ഫുള്ള് വന്നുള്ളത്. നല്ല ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഗ്രാനൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്യാവുന്നതാണ്. കിച്ചൺ വരുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. നോർത്തിലേക്ക്, അതായത് വടക്കോട്ട് പാചകം ചെയ്യാവുന്ന രീതിയിൽ ഫുഡും ഹോപ്പ് അറേഞ്ച് ചെയ്യാം. നല്ല വലിപ്പമുള്ള ജനൽ വരുന്നുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. എക്സോഷനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ്. ഇങ്ങനെ അപ്പോൾ ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ടൈല് വിരിച്ചിട്ടുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഡോർ വന്നിരിക്കുന്നത് പടിഞ്ഞാറോട്ടാണ്. എല്ലാം മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം പടിഞ്ഞാറ് വശത്ത് നല്ല രീതിയിൽ വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. തറനിരത്തിൽ നിന്ന് ഉയർത്തിയിട്ട് ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഷീറ്റിട്ട് കവർ ചെയ്ത് 2 സൈഡ് ഡോർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അടച്ചുറപ്പുള്ള നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടും. പിന്നെ അവിടെയായിട്ടൊരു അലക്കുകല്ലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 12.5 അടി നീളം വരുന്നുണ്ട്. 12 അടിയോളം വീതിയും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇത് വെസ്റ്റ് സൈഡ് 2 പാളി ജനൽ. അത് സൗത്ത് സൈഡ് 3 പാളി ജനലും വന്നിട്ടുണ്ട്. കബോർഡുകളെല്ലാം ഭംഗിയുള്ളൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മിറർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വുഡിൻ്റെ ഒരു ടെക്സ്റ്റും ഒരു വൈറ്റ് തീമുമാണ് ഫുള്ള് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കബോർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്. ഇനി മിററും ലൈറ്റും വരാനുണ്ട്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ഇത് ഷവർ കോക്കാണ്. 2 ടാപ്പ് വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി.
ഇനി നമ്മൾ ഇതിൻ്റെ അപ്സ്റ്റെയറിലേക്ക് പോവാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്ന എല്ലാം റൈറ്റ് സൈഡിലേക്ക് കയറുന്ന രീതിയിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരെ മേലേക്ക് കയറാം. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ് പെർഗോളാസ് വന്നിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. അവിടെ ഒരു 2 പാളി ജനലും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപ്പർ ലിവിങ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 12 അടി നീളം വരുന്നുണ്ട്, 11 അടി വീതി വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നല്ലൊരു കബോർഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വെസ്റ്റ് സൈഡ്, സൗത്ത് സൈഡ്, മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിലും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാത്റൂം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന അതേപോലെ തന്നെ കുറച്ചും കൂടി സ്പേസ് കൂടുതലുണ്ട് ഈ ബാത്റൂമിന്. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ലൈറ്റ് വരാനുണ്ട്, ഒരു മിറർ വരാനുണ്ട്, 4 പോയിന്റ് വരുന്നുണ്ട്, റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ഇത് ഷവർ കോക്കാണ്. 2 ടാപ്പ് വരുന്നുണ്ട്, സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. പതിമൂന്ന് അടി നീളം വരുന്നുണ്ട്, 11 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇത് ഈസ്റ്റ് സൈഡാണ്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. കബോർഡ് നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. കാരണം ഇവിടെ ഒരു കബോർഡ് വേണമെങ്കിൽ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെയും കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂം നമുക്കിവിടെ കിട്ടി. നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, മിററും ലൈറ്റും വരാനുണ്ട്, ഷവർ കോക്ക്, 2 ടാപ്പ്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്. അപ്പോൾ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം കിട്ടിയിട്ടുണ്ട്. എല്ലാ റൂമിലും ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഒന്ന് കാണാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ യൂട്ടിലിറ്റി. ഇത് ഷീറ്റ് വർക്ക് ചെയ്ത് ഭംഗിയാക്കി കാണുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഇവിടെ പവർ പോയിന്റ് വരുന്നുണ്ട്, വാട്ടർ ലൈൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന ടൈല് 4x2 മാറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അകത്തുനിന്ന് കയറാവുന്ന രീതിയിൽ സ്റ്റെയർ കൊടുത്തിരിക്കുകയാണ്. സ്ക്വയർ ട്യൂബിലാണ്. സ്റ്റാൻഡ് അടിച്ച് നല്ല ഹൈറ്റിൽ തന്നെയാണ് വൈറ്റ് ടാങ്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ താഴെ നമുക്ക് എല്ലാത്തിനും നല്ല പ്രഷർ ഉണ്ടാവും. അതായത് ടാപ്പിലൊക്കെ നല്ല പ്രഷർ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ നമ്മളിവിടെ കണ്ടു. ഇനി ബാൽക്കണിയിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് വന്നുള്ളത്. 2 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ഇതിട്ട് പ്രൊഫൈൽ ലൈറ്റൊക്കെ വരുന്നുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ വർക്കാണ് വന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വർക്കുകളാണ് ഇതെല്ലാം. ടെക്സ്റ്റ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എലിവേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാൽക്കണി ഇട്ടിട്ടുണ്ട്. അതും കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. 1 ഏക്കർ 40 സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്നത്. ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. അകത്തേക്ക് വരുന്ന റോഡുകളെല്ലാം 5 മീറ്റർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ഫേസ് ലൈനും ഒക്കെ വരുന്നുണ്ട്. അപ്പം സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ നല്ലൊരു വില്ലകൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയയും കൂടിയാണ്. ജംഗ്ഷനോട് വളരെ അടുത്ത് തന്നെയാണ്. ബസ് സ്റ്റോപ്പ് ഒരു 300 മീറ്റർ മാത്രമേ ഉള്ളൂ. 2020 പഞ്ചായത്തിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. ഈ വില്ലയ്ക്ക് എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യം അവൈലബിൾ ആണ്. പ്രധാനപ്പെട്ട എല്ലാ ബാങ്കുകളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 80% കൂടുതൽ ലോൺ അവൈലബിൾ ആണ്. കുറച്ച് എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഡൗൺ പേയ്മെൻറ്റ് എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. 3.5 സെൻറ്റ് ഭൂമിയിൽ 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ ആണ്. ഇതിന് ചോദിക്കുന്ന വില 53 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്നതും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്നതുമായിട്ടുള്ള വീടുകൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.